ഹലോ, ഇന്നൊരു റീഅറേഞ്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത്. കണ്ടില്ലേ, ഒരു മുണ്ട് തിരഞ്ഞതായിരുന്നു, സെറ്റ് മുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് വലിച്ചിടേണ്ടി വന്നു. കാണാഞ്ഞപ്പോൾ ഒക്കെ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് ഓർഡറിൽ വയ്ക്കാം. ഒക്കെ ഡിസോർഡർ ആയിരുന്നു. അപ്പം ആദ്യം ബാബുവേട്ടൻ്റെ മുണ്ടൊക്കെ നല്ല നീറ്റായിട്ടാട്ടോ ഉണ്ടാവാറ്. തിരുമ്മാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് കയ്യിന് ഷോൾഡർ പെയിനും ഒക്കെ ആയത് കാരണം നല്ല മുണ്ടുകളൊക്കെ ചിലപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട്. മനു വലുതായതിൻ്റെ ശേഷം അവനാണ് ബാബുവേട്ടൻ്റെ മുണ്ടൊക്കെ എടുത്ത് ഉടുക്കും. അവൻ അമ്പലത്തേക്ക് പോകുമ്പോഴും ഓരോ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് അങ്ങനെ നാശാക്കി ഒക്കെ അങ്ങനെ അതാക്കി കൊണ്ടിടും. ഒന്നെങ്കിൽ കീറി കൊണ്ടുവരും, അല്ലെങ്കിൽ ചളിയായിട്ടൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് നല്ല നല്ല മുണ്ടുകളൊക്കെ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കാറ്. കയ്യിന് ഷോൾഡർ പെയിനൊക്കെ ആയിട്ട് കൈ തീരെ വേദനയൊക്കെ ആയിരുന്നു അതിൻ്റെ ശേഷം. അപ്പം കൗശീൻ്റെ മുണ്ടാണ് ഇതൊക്കെ കേട്ടോ. കണ്ടില്ലേ, കുഞ്ഞിമുണ്ടുകൾ ഒട്ടിക്കണ ടൈപ്പാണ് അത്. അങ്ങനെ അതും മുകളിൽ വയ്ക്കും ഞാൻ. എന്തായാലും നമുക്ക് തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടണ്ടേ വിചാരിച്ചിട്ട്. ഇങ്ങനത്തെ ഈ കസവ് മുണ്ടുകളൊന്നും ബാബുവേട്ടന് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമല്ല. ബാബുവേട്ടന് വൈറ്റിൽ കരയായിട്ട് വരുന്ന പല പല കളറുകളുണ്ടല്ലോ, കരകൾ, അതൊക്കെയാണ് ഇഷ്ടം മൂപ്പർക്ക്. അങ്ങനത്തെ മുണ്ടുകളാണ് കൂടുതലും യൂസ് ചെയ്യുക. ഇത് കണ്ടോ, ഇതിൻ്റെ സെറ്റ് സാരിയാണ്, കല്യാണത്തിൻ്റെ സമയത്ത് എടുത്തതാണ്. അങ്ങനത്തെ ഒരുപാട് ഇവിടെ ഞാൻ പിന്നെ ഇത് കൗശീൻ്റെ റൂമാണ്. ഇവിടെ പിന്നെ ഇപ്പോൾ ആരും കടക്കാറൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെ ഓരോന്ന് മുണ്ടുകളൊക്കെ എടുത്ത് ഷെൽഫിൽ വെക്കാറ്. എന്നാൽ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ട്. കണ്ടില്ലേ, പുളിയിലക്കര സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ട് കയ്യിൽ. പല മെറൂണും ബ്ലാക്കും ഒക്കെ ഉണ്ട്. പിന്നെ ധാവണി സെറ്റ് ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. കാണുമ്പോൾ നമുക്കിങ്ങനെ ഇതായിട്ട് തോന്നുമ്പോൾ ഇങ്ങനെ വാങ്ങണതാണ്. പിന്നെ അമ്പലങ്ങളിലേക്കൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ സെറ്റ് മുണ്ടൊക്കെ ഉടുക്കാനും ഒക്കെ. നമുക്ക് ഉടുക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് കഴിഞ്ഞ് തിരുമ്പി വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഒക്കെ ഈ അയൺ ചെയ്ത് വെക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ഉടുക്കാൻ മടിയാവും. അങ്ങനെ എനിക്കിഷ്ടമാണ് മുണ്ടുകളൊക്കെ ഉടുക്കാനൊക്കെ. അങ്ങനെ പിന്നെ ഇത് കണ്ടില്ലേ, ഒരു പ്രാവശ്യം വാങ്ങിയതായിരുന്നു തുളസിക്കര. അപ്പോൾ ട്രെൻഡായിട്ട് വന്നിരുന്നല്ലോ, ഏത് ഓണത്തിനോ വിഷുവിനോ ഏതോ ഒരു സമയത്ത് അങ്ങനെ വാങ്ങുന്നതാണ് ഒരുവിധം മുണ്ടുകളും ഇതൊക്കെ. അങ്ങനെ പിന്നെ എല്ലാതും ഞാൻ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുക ചെയ്യുക. എന്നാൽ നമുക്ക് എടുത്ത് ഉടുക്കും സമയത്ത് പെട്ടെന്ന് കഴിയുമല്ലോ, എടുത്ത് ഉടുക്കാനൊക്കെ കഴിയും പെട്ടെന്ന്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാതും ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിങ്ങനെ ഓരോന്നും വലിക്കുമ്പോൾ ഇങ്ങനെ ചുളിഞ്ഞു പോണതാണ്. അങ്ങനെ പിന്നെ മുണ്ടുകളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ച്. ഇത് സ്കേർട്ടാണ് കണ്ടോ. ഇത് ഞാനും ശ്രീലക്ഷ്മിയും കൂടി ഓണത്തിനോ വിഷുവിനോ ഏതോ സമയത്ത് എടുത്തതായിരുന്നു. ഇന്നത്തെ പണി ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഒക്കെ റെഡിയാക്കി കണ്ടോ.